സംസ്ഥാനം ഇത്തരത്തിൽ വലിയ തരത്തിലൊരു ചർച്ചയായി നിൽക്കുകയാണല്ലോ. അപ്പോൾ ഈ അത്തരത്തിൽ ഈ നിയമനവുമായി ബന്ധപ്പെട്ട് തന്നെ അപ്പോൾ ഇത്തരം ബാക്ക്ഗ്രൗണ്ടുകളുള്ള അല്ലെങ്കിൽ BJP-യുമായി ബന്ധമുള്ള CPM-യുമായി ബന്ധമുള്ളവരെയൊക്കെ നിയമിക്കുന്നു, അത് ശരിയല്ല എന്ന് പറയുന്ന വലിയൊരു തരത്തിൽ ചർച്ചകൾ നടക്കുമ്പോഴാണ് ഇങ്ങനെ ഒരു വാർത്ത പുറത്തു വരുന്നത്. അപ്പോൾ അതുകൊണ്ടാണ് ഒരു സ്വാഭാവികമായ ചോദ്യം ഉയരുന്നത്. എൻ്റെ രാഷ്ട്രീയ പശ്ചാത്തലം അല്ലെങ്കിൽ എൻ്റെ പ്രവർത്തന ശൈലി കണ്ടിട്ടുള്ള ആളുകൾക്കാർക്കും ഞാനൊരു SFIയെ പിന്തുണയ്ക്കുന്ന അതല്ലെങ്കിൽ ഇടതുപക്ഷത്തെ പിന്തുണയ്ക്കുന്ന ഒരു നിലപാട് സ്വീകരിച്ചു എന്ന് പറയാൻ പറ്റും എന്നെനിക്ക് തോന്നുന്നില്ല. ഞാൻ ആകാം, അഭിപ്രായങ്ങൾ ആർക്കു വേണമെങ്കിലും ആകാം. ഇപ്പം നിങ്ങൾക്ക് എൻ്റെ തല കണ്ടാൽ മനസ്സിലാവും, ഞാനിപ്പോൾ തല മുട്ടയടിച്ചിരിക്കുന്നതുകൊണ്ട് ഇത് 14 സ്റ്റിച്ച് SFIക്കാർ അടിച്ചതാണ്. മനസ്സിലായില്ലേ? ഞാൻ KSU സംഘടനാ പ്രവർത്തന രംഗത്ത് നിൽക്കുമ്പോൾ SFIക്കാർ ക്രിക്കറ്റ് ബാറ്റും ക്രിക്കറ്റ് സ്റ്റമ്പും വെച്ച് എന്നെ അടിച്ച് എന്നെ മർദ്ദിക്കുന്നത് കണ്ട ആളുകൾ പറഞ്ഞ് ഞാൻ മരിച്ചുപോയി എന്ന് വിചാരിച്ചു എന്നാണ്. മനസ്സിലായില്ലേ? അതുകൊണ്ട് SFIയുടെ ഗുണവധികാരമൊന്നും എന്നോട് ആരും പറയേണ്ട കാര്യമൊന്നുമില്ല. SFI എന്താണെന്നും അവർ എത്രത്തോളം ഫാസിസ്റ്റ് നിലപാടുകളുമായി മുൻപോട്ട് പോകുന്ന സംഘടനയാണെന്നും ഒക്കെ എനിക്കറിയാം. ഇനി ഞാൻ MP ആയി പ്രവർത്തിക്കുന്നു. ഞാൻ യൂത്ത് കോൺഗ്രസിൻ്റെ സംസ്ഥാന പ്രസിഡൻ്റായി 7 വർഷക്കാലം പ്രവർത്തിച്ച ആളാണ്. സംഘടനാ പ്രവർത്തകരുടെ വികാരം എന്ത് എന്നുള്ളതിനെക്കുറിച്ചൊക്കെ എനിക്ക് നന്നായിട്ട് അറിയാം. നിങ്ങൾ ഇപ്പോഴും ഗൂഗിൾ സെർച്ച് ചെയ്ത് നോക്കൂ, ഇന്ത്യ രാജ്യത്ത് ഏറ്റവും കൂടുതൽ കേസിൽ പ്രതിയായിട്ടുള്ള MP ആരാണ് നിങ്ങൾ നോക്ക്. ഞാൻ 2019 മത്സരിക്കുമ്പോൾ എൻ്റെ പേരിലുള്ള കേസുകളുടെ എണ്ണം, അത് ഞാൻ നമ്പറൊന്നും ഇവിടെ പറയുന്നില്ല, ഏതായാലും അത് ഒരു നല്ല നമ്പറാണ്. ഇന്ത്യ രാജ്യത്ത് ഏറ്റവും കൂടുതൽ കേസുള്ള MP ആരെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ഞാനാണ്. എന്തുകൊണ്ടുണ്ടായി? ഞാൻ സംഘടനാ പ്രവർത്തന രംഗത്ത് പ്രതിപക്ഷ പ്രവർത്തനങ്ങളുമായി മുൻപോട്ട് പോയതിൻ്റെ ഭാഗമായിട്ടുണ്ടായതാണ്. അതുകൊണ്ട് പ്രതിപക്ഷ പ്രവർത്തനങ്ങൾ, വിദ്യാർത്ഥി യുവജന സംഘടനാ പ്രവർത്തനം എങ്ങനെയാണ് എന്നുള്ളതിനെക്കുറിച്ച് എനിക്കറിയാം. ഞാൻ 56 ദിവസം ജയിലിൽ കിടന്നിട്ടുള്ള ആളാണ് KSUവിൻ്റെയും യൂത്ത് കോൺഗ്രസിൻ്റെയും കാലഘട്ടത്തിൽ. അപ്പോൾ അതുകൊണ്ട് ഈ ഒരു പശ്ചാത്തലത്തിലേക്ക് ഇത് കൊണ്ടുവരേണ്ടിയിരുന്നോ എന്നുള്ളത് ആ വിമർശനം ഉന്നയിച്ച ആളുകളാണ്. അത് ഞാൻ പറയാം. ഞാൻ പറയട്ടെ, കോൺഗ്രസിന്റെ പരമാവധി അല്ലെങ്കിൽ അതിൽ പ്രവർത്തിക്കുന്നു. ജിയോണ് 2022 മുതൽ പ്രവർത്തിക്കുന്നു. പക്ഷെ അവിടെ മുൻ രാഷ്ട്രീയം പറഞ്ഞിങ്ങനെ വിമർശനം നടത്തുന്നത് ഒരു മുൻവിചാരമില്ലാത്ത പ്രതികരണമായിപ്പോഴും നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? നമ്മൾ ഏത് കാലഘട്ടത്തിലാണ് ജീവിക്കുന്നത്? ഞാൻ പറഞ്ഞു വരുന്നത്, ഇപ്പം ഞാൻ പറഞ്ഞു വെച്ചത് എന്തെന്ന് വെച്ചാൽ, ഞാൻ 2013 യൂത്ത് കോൺഗ്രസിൻ്റെ പ്രസിഡന്റ് ആകുന്നത്. ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ശ്രീ ഉമ്മൻചാണ്ടി സാറാണ്. മനസ്സിലായില്ലേ? അപ്പോൾ പിന്നീട് പ്രതിപക്ഷത്തേക്ക് വരുന്നത് 2016 2019 വരെയും ഞാൻ ആ സ്ഥാനത്തുണ്ട്. അപ്പോൾ ഭരണപക്ഷത്ത് നിൽക്കുമ്പോഴും പ്രതിപക്ഷത്ത് നിൽക്കുമ്പോഴും യുവജന വിദ്യാർത്ഥി സംഘടനാ പ്രവർത്തനം ഏത് രീതിയിലാകണം എന്നുള്ളതിനെക്കുറിച്ച് എനിക്ക് കാഴ്ചപ്പാടുണ്ട് എന്ന് പറയാൻ വേണ്ടിയിട്ടാണ് ഞാനിത് പറഞ്ഞു വെച്ചത്. ഇപ്പോൾ ഈ പറയപ്പെടുന്ന കാര്യത്തിൽ ഇപ്പോൾ മുഖ്യമന്ത്രി കോൺഗ്രസ് പാർട്ടിയുടെ മുഖ്യമന്ത്രിയാണ്. അപ്പോൾ അദ്ദേഹത്തോടൊരു അഭിപ്രായം തേടിയിരുന്നുവെങ്കിൽ ഒരു പക്ഷേ ഇങ്ങനെ ഒരു വിവാദം ഉണ്ടാകുമായിരുന്നില്ലല്ലോ. ഇതേ പൊസിഷനിൽ സംസ്ഥാന അധ്യക്ഷ പദവിയിൽ ഇരുന്ന ഒരാളെന്നുള്ള നിലയിൽ ഞാനായിരുന്നെങ്കിൽ ഇങ്ങനെ ആയിരിക്കുമായിരുന്നില്ല. അത്രയും ഞാൻ പറഞ്ഞു വയ്ക്കുന്നു. അതിനപ്പുറത്തേക്ക് പറയാൻ ഞാൻ ആളല്ല. ഓരോ ആളുകൾക്കും ഓരോ ശൈലിയുണ്ട്. ഇപ്പം ഞാനായിരുന്നെങ്കിൽ ഇങ്ങനെ ആകുമായിരുന്നില്ല. എന്നെ അറിയാവുന്ന ആളുകൾക്കും അതറിയാം. അതിപ്പോൾ ആര് മുഖ്യമന്ത്രി എന്നുള്ളതല്ല, കോൺഗ്രസ് പാർട്ടിയുടെ മുഖ്യമന്ത്രിയാണ് എങ്കിൽ ഞാനായിരുന്നെങ്കിൽ ഇങ്ങനെ ആകുമായിരുന്നില്ല. അതവിടെ അവസാനിച്ചു. രണ്ടാമതായി ഞാൻ നിങ്ങളോട് ചോദിക്കാൻ ഉദ്ദേശിക്കുന്ന ഒരു കാര്യം, ഞാൻ ചോദിക്കട്ടെ, അങ്ങനെയാണെങ്കിൽ ഇന്നലെ വരെ BJPയുടെ സംസ്ഥാന നേതാവായിരുന്നു സന്ദീപ് വാര്യർ. കോൺഗ്രസ് പാർട്ടിയുടെ MLA അല്ലേ? അദ്ദേഹം എത്ര നാൾ മുമ്പാണ് കോൺഗ്രസ് പാർട്ടി ചേർന്നതെന്ന് ആർക്കെങ്കിലും ചോദിക്കാൻ പറ്റുമോ? അതിനെന്തെങ്കിലും തെറ്റുണ്ടോ? ഒരു തെറ്റുമില്ലല്ലോ. ഒരു തെറ്റുമില്ല. സന്ദീപ് വാര്യർ കോൺഗ്രസ് ആയതിലും കോൺഗ്രസ് പാർട്ടിയുടെ MLA ആയതിലും ഒരു തെറ്റുമില്ല. അദ്ദേഹം കോൺഗ്രസ് ഐഡിയോളജിയിൽ വിശ്വസിക്കുന്നു. അദ്ദേഹം ഈ പാർട്ടിയുടെ MLA ആണെന്ന് പറയട്ടെ എന്ന് പറഞ്ഞതുപോലെ എത്ര ആളുകൾ ഇപ്പോൾ MLA-മാരാണ്, ഇടതുപക്ഷത്ത് പ്രവർത്തിച്ച ആളുകൾ. അതിലൊന്നും ഒരു തെറ്റുമില്ല. രണ്ടാമത്തെ കാര്യം, ഇനി ഈ പറയപ്പെടുന്നത് പോലെ ഏതെങ്കിലും ഒരാൾ, ഇനി ഇപ്പോൾ ഗവൺമെൻറ് പ്ലീഡർ തന്നെ എടുത്തു, എനിക്കെതിരെ, ഞാനിത് ഒരു ഇതിലേക്കൊന്നും കിടക്കുന്നില്ല, എനിക്കെതിരെ തെരഞ്ഞെടുപ്പിൽ പ്രവർത്തിച്ച ആളുകൾ പോലും മറ്റു പല കക്ഷികളുടെയും ശുപാർശയുടെ അടിസ്ഥാനത്തിൽ പ്ലീഡർമാരായിട്ടുണ്ട്. മനസ്സിലായില്ലേ? അപ്പം ഇതൊക്കെ, പക്ഷെ അതിന് ഞാൻ കുറ്റം പറയുന്നില്ല. അവർ ഇപ്പോൾ UDF ചേരിയിലാണ്, UDF ചേരിയിൽ നിൽക്കുന്നു, UDF ചേരിയിൽ പ്രവർത്തിക്കുന്നു എന്ന് പറഞ്ഞാൽ നമ്മളവരെ അക്സെപ്റ്റ് ചെയ്യണം. ഞാൻ അതല്ലേ ആദ്യം പറഞ്ഞു, 2022 പിണറായി വിജയൻ കേരളം അടക്കി ഭരിക്കുമ്പോൾ ലോയേഴ്സ് കോൺഗ്രസിൻ്റെ മെമ്പറായി അവർ പ്രവർത്തിച്ചിട്ടുണ്ട് എന്നുള്ളതിൻ്റെ തെളിവുണ്ടെങ്കിൽ പിന്നെ എന്തിനു വിമർശിക്കണം? ആ ചോദ്യം കെ ബാബുവിന്റെ പക്ഷത്ത് നോക്കുന്നുണ്ട്. ഡീൻ കുര്യാക്കോസ് MP ആണ് ഇപ്പോഴത്തെ ഒരു ജിയോണയെ ഓപ്റ്റ് ചെയ്തതെന്നാണ്, മുഖ്യമന്ത്രിക്ക് നേരിട്ട് ഓപ്റ്റ് ചെയ്തു എന്നാണ് പറയപ്പെടുന്നത്.
SFIക്കാരിയാണ് ജിയോണ എന്നും പറയപ്പെടുന്നു. ഞാൻ ഈ വിഷയത്തിൽ എന്നോട് മുമ്പ് ചോദിച്ചിട്ടുള്ള എല്ലാ ആളുകളോടും ഞാൻ ഈ കാര്യങ്ങൾ വിശദീകരിച്ചിട്ടുണ്ട്. ഇത്തരമൊരു വിഷയം മാധ്യമങ്ങളിൽ ചർച്ച ചെയ്യേണ്ട കാര്യമുണ്ട് എന്ന് എനിക്ക് അഭിപ്രായമില്ല. പക്ഷേ ഏതായാലും ബഹുമാനനായ സീനിയർ നേതാവ് ബാബുചേട്ടൻ അങ്ങനെ ഒരു അഭിപ്രായം പറഞ്ഞപ്പോൾ സ്വാഭാവികമായിട്ട് ഞാൻ പ്രതികരിക്കേണ്ടി വരും എന്നുള്ളതിൽ സംശയമില്ല. അതുകൊണ്ട് ഞാൻ നിങ്ങൾ ചോദിക്കുന്ന ഏത് ചോദ്യത്തിനും മറുപടി പറയാൻ ഞാൻ തയ്യാറാണ്. ഈ വിഷയത്തിൽ ഈ ജിയോണ എന്ന് പറയുന്ന അഭിഭാഷകയെ റെക്കമെൻഡ് ചെയ്ത ഒരാൾ ഞാനാണ്, അതിനകത്ത് സംശയമൊന്നുമില്ല. ഞാൻ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിക്ക് അദ്ദേഹം നിയമവകുപ്പ് കൈകാര്യം ചെയ്യുന്ന മന്ത്രി എന്നുള്ള നിലയിൽ ശുപാർശ നൽകിയിട്ടുണ്ട്. പ്രത്യേകിച്ചും ഈ നിയമനം എന്ന് പറയുന്നത് ഇത് പരീക്ഷയുടെ അടിസ്ഥാനത്തിൽ നടക്കുന്ന ഒരു നിയമനമല്ലല്ലോ. സ്വാഭാവികമായും റെക്കമെൻഡേഷൻ ആവശ്യമായിട്ട് വരും. യോഗ്യതയുടെ അടിസ്ഥാനത്തിൽ സെലക്ഷനും ആവശ്യമായിട്ട് വരും. ഇതൊരു സെലക്ഷൻ പ്രോസസ്സാണ്. അപ്പോൾ അതിൻ്റെ ഭാഗമായി ഇപ്പോൾ ജനപ്രതിനിധികളായിട്ടുള്ള ഞങ്ങളെപ്പോലെയുള്ള ആളുകളുടെ മുമ്പിൽ ഒരുപാട് റെക്കമെൻഡേഷൻസ് സാധ്യതകൾ നിരവധിയാണ്. അപ്പോൾ ഈ പറയപ്പെടുന്ന വ്യക്തിയുമായി എനിക്ക് പരിചയമുള്ളതാണ്. സ്വാഭാവികമായിട്ടും ഈ പറയുന്നത് പോലെ ഒരു ശുപാർശ നൽകേണ്ടി വരുന്ന ഒരു സാഹചര്യം. അപ്പോൾ എൻ്റെ മുൻപിൽ ഞാൻ പരിശോധിക്കേണ്ടതായിട്ടുള്ള എല്ലാ മാനദണ്ഡങ്ങളും ഞാൻ പരിശോധിച്ചിട്ടുണ്ട്. ഇപ്പോൾ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ആ അഭിഭാഷകയുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളെല്ലാം പറഞ്ഞിട്ടുള്ളതാണ്. എങ്ങനെ ആ ഒരു സെലക്ഷൻ പ്രോസസ്സിലേക്ക് എത്തി എന്നുള്ളതിനെ സംബന്ധിച്ച് വിശദീകരിച്ചിട്ടുണ്ട്. അതിനപ്പുറത്തൊന്നും പറയാൻ ഞാൻ ആളല്ല. പക്ഷേ ശുപാർശ നൽകിയിട്ടുള്ള വ്യക്തി എന്നുള്ള നിലയിൽ എനിക്ക് 100% ബോധ്യത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ആ ഒരു പോസ്റ്റിൽ സ്യൂട്ടബിൾ ആയിട്ടുള്ള ഒരാളാണ് ഈ അഭിഭാഷക എന്ന് ബോധ്യപ്പെട്ടതിൻ്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ് ഞാൻ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിക്ക് ശുപാർശ കത്ത് നൽകിയത്. അവരുടെ പശ്ചാത്തലം നോക്കിയിട്ടില്ല എന്നൊരു വിമർശനമാണ് ഇപ്പോൾ വരുന്ന. ഒരു പഴയ SFI ബാക്ക്ഗ്രൗണ്ട് ഉള്ള ആളാണ് എന്നാണ് പറയപ്പെടുന്നത്. ആ വിഷയത്തെക്കുറിച്ച് സംസാരിക്കുമ്പോൾ കുറച്ചുകൂടി വിശദീകരിക്കേണ്ടതായിട്ട് വരും. എന്തുകൊണ്ടെന്നാൽ നമ്മുടെ മുൻപിൽ ഇപ്പോൾ ഒരു കാര്യം വരുമ്പോൾ ഇപ്പോൾ നിങ്ങൾ പറഞ്ഞിട്ടുള്ള നിങ്ങളല്ലെങ്കിൽ ചോദിക്കുന്ന ചോദ്യം മുൻകാലഘട്ടത്തിൽ SFI ആണോ KSU ആണോ എന്നുള്ളതാണ്. ഇപ്പം എന്നെ സംബന്ധിച്ചിടത്തോളം അവർ അഭിഭാഷക എന്നുള്ള നിലയിൽ ഞാൻ പരിചയപ്പെടുന്നു. അവർ എൻ്റെ അടുക്കൽ വരുമ്പോൾ അവരേത് സംഘടനയിൽ പ്രവർത്തിക്കുന്നു, അവരുടെ ബാക്ക്ഗ്രൗണ്ട് എന്താണ് എന്നാണ് ഞാൻ അന്വേഷിക്കേണ്ടത്. എനിക്ക് 100% ബോധ്യപ്പെട്ടു അവർ ഇന്ത്യൻ ലോയേഴ്സ് കോൺഗ്രസ് എന്ന് പറയുന്നത് കോൺഗ്രസ് പാർട്ടിയുടെ ഔദ്യോഗികമായിട്ടുള്ള അഭിഭാഷകരുടെ സംഘടനയാണ്. ആ സംഘടനയിൽ 2022 മുതൽ ആക്റ്റീവ് മെമ്പറായി പ്രവർത്തിക്കുന്ന വ്യക്തിയാണ് അവർ. അത് 100% എനിക്ക് ബോധ്യമുണ്ട്, ഞാൻ ബോധ്യപ്പെട്ടു. മാത്രമല്ല അതിനെ സംബന്ധിച്ച് ഇനി കൂടുതൽ ചർച്ച ആവശ്യമുണ്ടെങ്കിൽ എനിക്കറിയത്തില്ല. ഏതായാലും ആ കാര്യത്തിൽ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയും കാര്യങ്ങൾ വിശദീകരിച്ചിട്ടുണ്ട്. അപ്പോൾ ലോയേഴ്സ് കോൺഗ്രസിൻ്റെ ഔദ്യോഗിക അംഗമായിട്ടുള്ള ഒരു അഭിഭാഷകയെ റെക്കമെൻഡ് ചെയ്യുന്നതിൽ എന്ത് തെറ്റാണുള്ളത്? പിന്നെ മുൻകാലഘട്ടങ്ങളിൽ അവർ ഇനി SFI ആണോ KSU ആണോ എന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ അവർ എന്തു ആയിക്കൊള്ളട്ടെ എന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം. കാരണം അവർ 2022 മുതൽ പിണറായി വിജയൻ കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയായി കേരളം അടക്കി ഭരിച്ചുകൊണ്ടിരുന്ന സമയത്ത് ഇന്ത്യൻ ലോയേഴ്സ് കോൺഗ്രസിൽ അംഗമായി ഒരു അഭിഭാഷക പ്രവർത്തിക്കുന്നു എന്ന് പറഞ്ഞാൽ അതൊരു അയോഗ്യതയായി എനിക്ക് തോന്നുന്നില്ല. അതൊരു അയോഗ്യതയാണോ എനിക്കറിയത്തില്ല. അത് ഈ കാര്യത്തിൽ അത് അവരുടെ വിലയിരുത്തലാണെന്നേ. ഞാൻ അങ്ങനെയൊന്നും പറയുന്നില്ല. അത് അവരുടെ വിലയിരുത്തലാണ്. പക്ഷെ അത് ആ വിധത്തിൽ അങ്ങനെ ആയിരുന്നില്ല അദ്ദേഹം പ്രതികരിക്കേണ്ടിയിരുന്നു എന്നുള്ളതാണ് ഞാൻ പറഞ്ഞത്. സംസ്ഥാന പ്രസിഡന്റ് ഇപ്പോഴും ആ നിലപാടിൽ ഉറച്ചു നിൽക്കുകയാണ്. സർക്കാരിനും മുഖ്യമന്ത്രിക്കും വീഴ്ച സംഭവിച്ചു എന്നാണ് അദ്ദേഹം ആവർത്തിക്കുന്നത്. അത് തെറ്റെങ്കിൽ ഞാൻ അലോഷ്യസിനെ കുറിച്ച് പ്രതികരിക്കാനല്ല നിൽക്കുന്നത്. ആവർത്തിക്കാൻ തയ്യാറാണ്. ഞാൻ അലോഷ്യസിനെ കുറിച്ച് പ്രതികരിക്കാനല്ല നിൽക്കുന്നത്. കെ ബാബുവിന് താങ്കളെ മനസ്സിലായില്ലേ എന്നുള്ളതാണ്. താങ്കളുടെ പശ്ചാത്തലം അറിയില്ലേ കെ ബാബുവിന്? ബാബുചേട്ടനോട് ഞാൻ സംസാരിച്ചതാണ്. ഞാൻ എന്നെ ഫോണിൽ വിളിച്ച് ഈ കാര്യങ്ങൾ ഞാനിത് ഒളിച്ചു വെച്ചൊന്നുമല്ല. നിങ്ങൾ ജയനാണ് എന്നെ ആദ്യം വിളിച്ചത്. അല്ല പറയട്ടെ, ജയൻ എന്നെ വിളിച്ചു. ഞാൻ ജയനോട് എന്താ പറഞ്ഞു, എനിക്കൊരു ഉടക്കമില്ല, എനിക്കൊരു ഒളിച്ചുകളിയില്ല ഈ കാര്യത്തിൽ. ഞാനിത് പറയാനുള്ള ആരോട് വേണമെങ്കിലും പറയാൻ തയ്യാറാണ്. കാരണം ഞാനൊരു കാര്യം ചെയ്തിട്ടുണ്ടെങ്കിൽ ഇത് പറയുമ്പോൾ ഒരു കാര്യം കൂടെ പറയാം, എന്നാലേ അത് ക്ലിയർ ആവുള്ളൂ. ഈ പറയപ്പെടുന്ന നിയമനത്തിന് വേണ്ടി കോൺഗ്രസിൻ്റെ ഔദ്യോഗികമായിട്ടുള്ള ഒട്ടനവധി ആളുകളെ ഞാൻ വീണ്ടും ശുപാർശ ചെയ്തിട്ടുണ്ട്. പക്ഷെ എല്ലാവർക്കും ആ സ്ഥാനത്തേക്ക് വരാൻ പറ്റിയിട്ടില്ല. ഇപ്പോൾ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി പറഞ്ഞതുപോലെ ഇതിന് പല മാനദണ്ഡങ്ങളുമുണ്ട്, പല അന്വേഷണങ്ങളുമുണ്ട്. പാർട്ടിക്കാരനായി പോയി എന്നതിൻ്റെ പേരിൽ മാത്രം ഒരാൾക്കൊരു പക്ഷേ ഈ സ്ഥാനത്തേക്ക് വന്നുകൊള്ളണമെന്നില്ല. ഇതൊക്കെ മുഖ്യമന്ത്രി വിശദീകരിച്ച കാര്യങ്ങളൊക്കെ തന്നെയാണ്. എന്തുകൊണ്ടാണ്? അപ്പോൾ അതിൻ്റെതായ ഒരു പശ്ചാത്തലമുണ്ട് എന്നുള്ളതുകൊണ്ടാണ്. അപ്പോൾ എല്ലാ ആളുകൾക്കും, ആഗ്രഹിക്കുന്ന എല്ലാ ആളുകൾക്കും ഈ സ്ഥാനത്തേക്ക് ഒരു പക്ഷേ വരാൻ പറ്റിയിട്ടുണ്ടാവില്ല. ഇപ്പം ഞാൻ റെക്കമെൻഡ് ചെയ്ത മുഴുവൻ ആളുകളും വന്നിട്ടൊന്നുമില്ല. അതൊന്നും ഞാൻ പറയേണ്ട കാര്യമില്ലല്ലോ. അല്ലല്ല, ഞാനിപ്പോൾ എന്തുകൊണ്ടാണ് പ്രതികരിക്കുന്നത്? കെ ബാബു ചേട്ടൻ എൻ്റെ പേര് അതിലേക്ക് വലിച്ചഴിച്ചതുകൊണ്ട്
അദ്ദേഹം അത് പൊതുമധ്യത്തിൽ പറഞ്ഞതുകൊണ്ട് മാധ്യമങ്ങളോട് ഞാൻ വിശദീകരിക്കുന്നു. അല്ലെങ്കിൽ ഞാൻ മാധ്യമങ്ങളുടെ മുമ്പിലൊന്നും വരാത്ത ആളാണ്. അല്ല, എനിക്ക് ആവശ്യമില്ല അത്. അത് ശരിയായ രീതിയിലാണോ അത് അത് അദ്ദേഹത്തിന്റെ ശൈലിയിൽ അദ്ദേഹം പറഞ്ഞു എന്നേ ഉള്ളൂ. അതും വലിയ വിവാദമാക്കേണ്ട കാര്യമൊന്നുമില്ല. ഏതായാലും അദ്ദേഹം വിളിച്ചു കിട്ടില്ലാതെ പറഞ്ഞു. ഞാൻ അദ്ദേഹത്തോട് സംസാരിച്ചാണ്, ഫോണിൽ സംസാരിച്ചു. അദ്ദേഹം എന്നെ വിളിച്ചു, ഫോണിൽ വിളിച്ചു. അല്ല, അദ്ദേഹം അല്ല പറഞ്ഞത്. അദ്ദേഹം പറഞ്ഞത് ഷാഫി പറമ്പിലും അദ്ദേഹം ആ പേര് കൂടി അങ്ങ് പറഞ്ഞാൽ മതിയായിരുന്നു. എന്തിനാണ് ബാബുചേട്ടൻ എൻ്റെ പേര് പറയാത്തതെന്ന് എനിക്ക് മനസ്സിലായില്ല. ആ പേരങ്ങ് പറഞ്ഞാൽ പോരായിരുന്നു. ഞാൻ അദ്ദേഹത്തോട് ഫോണിൽ സംസാരിച്ചാണ്. അദ്ദേഹമാണ് എന്നെ ഒരു ദിവസം വിളിച്ചു, ഇത് അന്വേഷിച്ച് കഴിഞ്ഞപ്പോൾ ഞാൻ ഇതെല്ലാം വിശദീകരിച്ചതാണ്. ഒന്നും ഞാൻ മാറ്റി വെച്ചിട്ടില്ല, മറച്ചു വെച്ചിട്ടില്ല. ലോയേഴ്സ് കോൺഗ്രസ് എന്ന് പറയുന്ന ഒരു സംഘടന കോൺഗ്രസ് പാർട്ടിയുടെ ഔദ്യോഗിക പ്ലാറ്റ്ഫോമിൽ നിൽക്കുമ്പോൾ നമ്മൾ എന്തിനാണ് അവരെ തള്ളി പറയുന്നത്? ലോയേഴ്സ് കോൺഗ്രസിൻ്റെ സംസ്ഥാന കമ്മിറ്റിയുടെ ശുപാർശയുണ്ട് ഈ അഭിഭാഷകയ്ക്ക് വേണ്ടി. നമ്മൾ ഇതിനാണ് അവരെ എന്നാൽ പിന്നെ ആ സംഘടനയ്ക്ക് പിരിച്ചുവിട്ടാൽ പോരെ. പിന്നെ ഇന്നലെ വരെ എൻ ജി ഒ അസോസിയേഷനിൽ പ്രവർത്തിച്ചിട്ടുള്ള ആളുകൾ ആരൊക്കെയാണെന്ന് നമുക്കറിയാം. ഭരണം കിട്ടുന്നതിന് 2 ആഴ്ച മുമ്പ് വരെ NGO യൂണിയൻ ആയിരുന്ന ആളുകളെ നമുക്കറിയാം. അവരൊന്നും അസോസിയേഷനില്ല. മനസ്സിലായില്ലേ? അപ്പോൾ എന്ന് വിചാരിച്ചുകൊണ്ട് NGO അസോസിയേഷൻ്റെ ശുപാർശയിൽ അവരുടെ പേര് ഉൾപ്പെടുത്താൻ പാടില്ല എന്നാണോ? അവർ അസോസിയേഷനിൽ വന്നിട്ടുണ്ടെങ്കിൽ അവർ അസോസിയേഷനാണ്. അതാണ് രാഷ്ട്രീയം. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഈ പറയപ്പെടുന്ന അഭിഭാഷക മുൻകാലഘട്ടങ്ങളിൽ എന്താണ് എന്നുള്ളത് ഞാൻ കണക്കിലെടുക്കുന്നില്ല. അവരിപ്പോൾ ലോയേഴ്സ് കോൺഗ്രസ് അങ്ങനെ എന്തിനാന്ന് അതല്ലേ പറഞ്ഞത്? അവർ ലോയേഴ്സ് കോൺഗ്രസിൽ എന്താണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസും ഐക്യ ജനാധിപത്യ മുന്നണിയും പ്രതിപക്ഷത്തായിരിക്കുമ്പോൾ പ്രവർത്തിച്ച ആളാണ്. അല്ലാതെ വെറുതെ പ്രവർത്തിച്ച ആളല്ല. മിനിയാന്ന് മെമ്പർഷിപ്പ് എടുത്ത ആളല്ല. സാക്ഷാൽ പിണറായി വിജയൻ മുഖ്യമന്ത്രി ആയിരിക്കുമ്പോൾ അവർ നമ്മളോടൊപ്പമാണ്. ഈ അലോഷ്യയുടെ പ്രശ്നങ്ങളിൽ ഒരു അജണ്ട ഉണ്ടെന്നാണ് കേസിന്റെ ഒരു വിഭാഗം നേതാക്കൾ പറഞ്ഞിരിക്കുന്നത്. അപ്പൊ അങ്ങനെ ഒരു അജണ്ട ഉണ്ടെന്ന് അങ്ങ് സംശയിക്കുന്നുണ്ടോ? ഞാൻ അതിലേക്കൊന്നും കിടക്കുന്നില്ല. അജണ്ട ആക്കാൻ ആഗ്രഹിക്കുന്നവർ അജണ്ട ആക്കിക്കൊള്ളട്ടെ. അലോഷ്യസ് ഇനി എന്താ തീരുമാനിക്കുന്നതെന്ന് വെച്ചാൽ അദ്ദേഹത്തിൻ്റെ നിലപാട് പറയട്ടെ. എൻ്റെ കാര്യം ഞാനിവിടെ പറഞ്ഞു, ബാബു ചേട്ടൻ എൻ്റെ പേര് പറഞ്ഞു, ഞാൻ അതിനെക്കുറിച്ച് പൊതുമധ്യത്തിൽ വിശദീകരിച്ചു. അത്രേ ഉള്ളൂ. ഓക്കെ.